വിശദീകരിക്കണം, അവരെ കുറിച്ച് പഠിച്ചവർ വിശദീകരിക്കണം. അവർ കിതാബുകളിൽ എന്ത് പറഞ്ഞു? അവിടെ തർക്കം വരുമ്പോൾ നെഞ്ചിന്റെ മുകളിലാണോ താഴെയാണോ പൂക്കളിന്റെ താഴെയാണോ കണ്ടേണ്ടതെന്ന് ചർച്ച വരുമ്പോൾ പീഡികക്കൊലായിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് അഭികാമ്യമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത്, കാരണവന്മാർ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള, തന്റെ അറിവുള്ള, മതപരമായി ദീനിനെ കുറിച്ച് പഠിച്ച ഒരാൾ ചിന്തിക്കേണ്ടതെന്താണ്? കാരണം നിങ്ങളും ചിന്തിക്കേണ്ടതെന്താണ്? ഇതിനെ ചർച്ച ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് കേവലം ഒരു ഉസ്താദിൽ നിന്നാണ്. പള്ളിയിലുള്ള ഒരു ഖതീബിനെ കുറിച്ച് അല്ലെങ്കിൽ പള്ളിയിലുള്ള ഒരു ഖാദിയെ എടുത്തു പോയി ഉസ്താദെ തക്ബീറിൽ കെട്ടുമ്പോ, നിസ്കാരത്തിൽ തക്ബീർ കെട്ടുമ്പോൾ അത് എവിടെയാണ് കെട്ടേണ്ടത്? നെഞ്ചിന്റെ മുകളിലാണോ പൂക്കളിന്റെ താഴെയാണോ നെഞ്ചിന്റെയും പൂക്കളിന്റെയും ഇടയിലാണോ എന്നൊരു ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇത് എവിടെയാണ് കെട്ടേണ്ടത് എന്ന് ഒരു പണ്ഡിതൻ പറയുമ്പോൾ, പള്ളിയുള്ള ഒരു ഖാദി പറയുമ്പോൾ, ആ ഖാദി പറയുന്നത് അംഗീകരിക്കാത്തതിലുള്ള ഒരു തെറ്റാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ ആപത്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. നെഞ്ചിന്റെ മുകളിലാണെന്ന് പറയുമ്പോൾ കേവലം ഒരു നാടൻ പറയാ, ഉസ്താദിനോട്, ബഹുമാനപ്പെട്ട തങ്ങളോട്, കൊട്ടുമല ഉസ്താദിനോട്, ഇന്നകളിൽ കഴിഞ്ഞുപോയ സാത്വികരായ പണ്ഡിതന്മാരോട്, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകനായി കടന്നുപോയ ശംസുല്ലമായി ഇന്നലകളിൽ നമ്മളോട് മൺ പറഞ്ഞുപോയ ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദും കേട്ടി ഉസ്താദും, സുജൂദിന്റെ മഖാമിലേക്ക് മാത്രം നോക്കി നടന്ന ബഹുമാനപ്പെട്ട കാലമ്പാടി ഉസ്താദും തുടങ്ങിയ സാത്വികരായ ആലിമീങ്ങളായ പണ്ഡിതർ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ, ഒരു തർക്കം വരുമ്പോൾ ആ തർക്കവുമായി അവരിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നൊരു മസലയുണ്ട്, അവർ പറയുന്നൊരു എടുക്കുന്നൊരു കിതാബുണ്ട്. എന്താണ് ആ കിതാബ്? കേരളത്തിൽ നിന്ന് എല്ലാ പള്ളി ദർശകളിലും ഓതിക്കൊണ്ടിരിക്കുന്ന ഫത്വയിൽ പോയി എന്നൊരു കിതാബ്. ആ കിതാബ് എടുത്തുകൊണ്ട് ഒരു മസല പറയുന്നു. എന്താണ് മസല? ആ മസല പറയുമ്പോൾ ആ മസല അംഗീകരിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. കാരണം എന്താ? അത്രയും വലിയൊരു പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്നുണ്ട്, വലിയൊരു സംഘടന നേതൃത്വം നൽകുന്നുണ്ട്, അറിയാത്തവർ പഠിപ്പിച്ചു തരുന്ന പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ കേട്ടത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണ്? ആലോചിച്ച് നോക്കണം. ഒരു സ്റ്റേജിൽ വന്നൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് മസലപരമായ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ കുതുബിയത്തിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ കൈ കെട്ടുന്നതിനെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ തിരുശേഷത്തിനെ പറ്റി പറയുമ്പോൾ, അത് റസൂലുള്ളാഹിന്റെ മുടിയല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കെട്ടാൻ നെഞ്ചിന്റെ മുകളിലാണെന്ന് പറയുമ്പോൾ, ഇന്ന് വേണ്ട ഏതൊരു തർക്ക വിഷയവും നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെ പോലാത്ത പണ്ഡിതന്മാരുടെ ചെരുപ്പെടുക്കാരും വിധിയില്ലാതെ ഞങ്ങളെ പോലത്തവർ പറയുമ്പോൾ, ഞങ്ങൾ പഠിച്ചത് ശംസുല്ലമായില്ലെന്ന്, ഞങ്ങൾ പഠിച്ച ഞങ്ങൾ ഉസ്താദുമാരില്ലെന്ന്, ഞങ്ങൾ ഉസ്താദുമാർ പഠിപ്പിച്ചത് ശംസുല്ലമായിൽ നിന്ന് പഠിച്ചത്, ശംസുല്ലമായി റളിയല്ലാഹു അൻഹു പഠിച്ചത്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിച്ചത്. ആ ശാഫിഈ റളിയല്ലാഹു അൻഹു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുസൈലിം ഇബ്നു ജുനൈദ് റളിയല്ലാഹു അൻഹു കേട്ടത്, അദ്ദേഹം കേട്ടത് ബഹുമാനപ്പെട്ട ഇബ്നു ജുറൈജിൽ നിന്ന് കേട്ടത്, ഇബ്നു ജുറൈജ് കേട്ടത് സുബൈർ ഇബ്നു അവ്വാമിൽ നിന്ന് കേട്ടത്, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു കേട്ടത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കേട്ടത്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി കേട്ടത് ജിബ്രീലിൽ നിന്നുള്ള വഹി മുഖാന, ഒരു വഹിയുമില്ലാതെ ഞാനൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്,
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് കേട്ടത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൽ നിന്ന് ഓർഡർ പ്രകാരം മടക്കി കൊടുത്തത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കേരളീയ മുസ്ലിം ഉമ്മത്തെ മനസ്സിലാക്കണം. നമ്മൾ ഒരു ചർച്ചയ്ക്ക് നമ്മൾ വിധേയനാവേണ്ട ആവശ്യമില്ല. ഒരു വിഷയം കേൾക്കുമ്പോൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയിൽ നിന്ന് പോയി, ശംസുലമയിൽ നിന്ന് പോയി, ഷാഫിമാവിൽ നിന്ന് വന്ന് സയ്യിദ് ജുനൈദ് റളിയല്ലാഹു നിന്നും, സുബൈർ അവ്വാമിൽ നിന്നും, സുദ്ദീഖ് റളിയല്ലാഹു നിന്നും, റസൂലുള്ളാഹിയിൽ നിന്നും, ജിബ്രീലിൽ നിന്നും, അല്ലാഹുവിൽ നിന്നും അങ്ങനെ കേട്ടൊരു പാരമ്പര്യമായി നമുക്ക് വന്ന തെളിവുകളുണ്ട്. ആ തെളിവ് പരിശോധിച്ചാൽ ഒരു വിഷയവും ഉണ്ടാകുന്നില്ല. പിന്നെ ഈ വിഷയം ഉണ്ടാകുന്നവരുടെ വിഷയം ഉണ്ടാക്കണമെന്ന് കരുതിയാണ്. എതിർത്തുവേ നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേരളത്തിൽ തട്ടിപ്പുകയുന്ന ഒരു മുടി വിഭാഗത്തിൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കാനുള്ളത്? അതിന്റെ സനത്തും അതിന്റെ അടിവേരും അതിന്റെ അടിരേഖയും എല്ലാ സാധനം കൊണ്ടുവരുന്ന ആവശ്യം അദ്ദേഹത്തിനോട് പോലും പറഞ്ഞല്ലേ വലിയ സനതി. അതിന് വലിയ സനതീയമാണ്. സനതുണ്ട് എന്ന് പറഞ്ഞാൽ ആൾ അടക്കം കിട്ടുന്ന സനതും വേണം. അത് ചർച്ച ചെയ്യുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞു. അവരുടെ ഇമാം ഷാഫി പറയാത്തൊന്നും പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി ആരാ? അത് വിശദീകരിക്കേണ്ട സമയമില്ല. അവരുടെ ഉസ്താദുമാർ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ജുനൈദ് പറയാത്തൊന്നും പറയൂല. അത് വിശ്വാസമുള്ള നെഞ്ചിൽ തറച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, എവിടെയാണ് തർക്കം വരുന്നത്? അത് പഠിക്കാനും അത് ഗവേഷണം നടത്തി മനസ്സിലാക്കാനും ഒക്കെ കെൽപ്പുള്ള ഒരു പണ്ഡിത സഭ നമുക്ക് നേതൃത്വം നൽകുന്നുണ്ട്. ആ നേതൃത്വത്തിന്റെ പിന്നിൽ പടച്ചറബ് നമ്മളെ മരിക്കുന്നത് വരെ പ്രവർത്തിക്കാനുള്ള ബോധ്യം നൽകുമാറാവട്ടെ. അതിന്റെ പിന്നിൽ അവരുടെ വാക്കുകളും അവരുടെ ഉപദേശങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ചെയ്യുമാറാവട്ടെ. പിന്നെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ആളുകളിൽ നമ്മൾ പെടാതെ ഏതൊരു വിഷയങ്ങളൊന്നും ആലോചിച്ച് നോക്ക്. മുജാഹിദുകൾ സ്ത്രീകളെ പള്ളി കൊണ്ടുപോകുമ്പോ, എബിലിയേര് വരുമ്പോ, ആദിയാനിസം വരുമ്പോ, കുട്ടിയുലാദുമായി വരുമ്പോ ഇവരൊക്കെ ഓതിയിൽ ഹദീസുണ്ടായിരുന്നു, ഇവരൊക്കെ ഓതിയിൽ ആയത്തുണ്ടായിരുന്നു. സ്ത്രീകളെ പള്ളി കൊണ്ടുപോകണമെന്ന് ഓതിയ ആയത്താണ് മുജാഹിദുകൾ ഓതി. കൊണ്ടുപോകണ്ടെന്ന് സുന്നികൾ ഓതി. അത് കൊണ്ടുപോകുന്നതിന് കുഴപ്പമില്ല, ജമാഅത്ത് എന്ന് പറഞ്ഞു. വോട്ട് ചോദിക്കാൻ പറ്റുമോ ഹദീസ് ഓതി, ആയത്തോതി. ഓതുന്നതൊക്കെ ഒരു ഖുർആന, എല്ലാം ഓതുന്ന ഒരു ഖുർആനിൽ നിന്നാ. സ്ത്രീകളെ പള്ളിക്ക് കൊണ്ടുപോകണം എന്നതിന് ഖുർആൻ ഓതുന്നു, പാടില്ല എന്നുള്ള മറ്റൊരു ആയത്ത് ഓതുന്നു. ഇത് ഓതുന്നതൊക്കെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. പിന്നെ എവിടെയാണ് അതിന്റെ പായത്ത്? അത് വ്യാഖ്യാനിച്ചിടത്തുള്ള ഒരു അബദ്ധമാണ്. വ്യാഖ്യാനിക്കേണ്ടവർ വ്യാഖ്യാനിച്ചില്ല. ബസ്സിൽ കാണാം, കയ്യും തലയും പുറത്തിടരുത്. അങ്ങനെ കയ്യും തലയും പുറത്തിടരുത് എന്ന് പറഞ്ഞാല് ഒരു ഊരെടുത്ത് പുറത്ത് കിടന്നെന്നാണ് അർത്ഥം. അപ്പൊ ഒരാള് പറയാം കയ്യും തലയും പുറത്ത് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നാ ബാക്കി ഊരഭാഗം അതിന്റെ അർത്ഥം. അത് വിശദീകരിക്കുന്നവർ അങ്ങനെ വിശദീകരിക്കും. ഇവിടെ മഹത്തായ ഒരു സിറാത്തുൽ മുസ്തഖീമുണ്ട്. ആ പാതയിൽ നമുക്ക് സഞ്ചരിക്കണം. അവസാനം മരിച്ചു പോകണം എന്നുള്ളൊരു ഓർമ്മ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും നമുക്കൊക്കെ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സുള്ള ആഫിയത്ത് നമുക്ക് നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്ത് പറയും നമ്മുടെ സത്യകരായ ആലിമീങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാർക്കും ഒക്കെ ദീർഘകാലം ദീനിന് വേണ്ടി ശ്രദ്ധിക്കണം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് ആര് വ്യാഖ്യാനിച്ചാലും പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും അതിന്റെ ഖിയാസിനെയും ഇജ്മാഇനെയും എല്ലാം വിശദീകരിച്ച് പഠിച്ചുകൊണ്ട് അതിനെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്ത് പഠിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ടത് അത് അറിവുള്ള പണ്ഡിതന്മാരാണ്. ആ അറിവുള്ള പണ്ഡിതന്മാരാണ് കേരളത്തിൽ ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്നത്. ഇത് കേവലം ഞാനിവിടെ പറയുന്നതല്ല, ഇത് എല്ലാ സംഘടനക്കും പറയുന്നതാണ്. ഏതുപോലെ നല്ല ഒരു വിഭാഗം വിഭാഗത്തിന്റെ നല്ലൊരു തരത്തിന്റെ ഉസ്താദ് അടക്കം വരുന്ന എല്ലാവർക്കും അറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു തീരുമാനമാണ് ഇവിടെ അന്തിമമായ തീരുമാനം എന്ന്. അതുകൊണ്ടാണ് എന്നോട് പറയുന്നത് ഒരു പരിപാടിക്ക് പോകുമ്പോ അബ്ബാസ് ശംസുൽ ഉലമയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. ശംസുൽ ഉലമ നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് എതിരെ നിൽക്കാൻ എനിക്ക് പേടിയുണ്ടെങ്കിലും അതിലായിപ്പോയല്ലോ, അതുകൊണ്ട് ഞാൻ ഖേദിക്കുന്നുണ്ട് എന്ന് മനസ്സുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പുറമെ പറയാൻ എന്തോ എന്ന് ഭയക്കുന്നുണ്ട്. എന്തോ എന്ന് ഭയക്കുന്നതൊന്നല്ല. അതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, സമയം
സമയമില്ലാത്തത് കൊണ്ട് ആ ഒരു ചർച്ചയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് നല്ലൊരു വിഭാഗം വിഭാഗത്തിലാവട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലാവട്ടെ, മുജാഹിദിന്റെ ഔദ്യോഗികമായ പണ്ഡിതന്മാരിൽ ഒരാൾ പറഞ്ഞുപോയി, ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഇവിടെ കൃത്യമുണ്ടാകും ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും സമസ്തയുടെ പണ്ഡിതന്മാരാണ്, തത്വയും സൂക്ഷ്മതയുമുള്ള പണ്ഡിതന്മാർ എന്ന് മുജാഹിദ് പോലും അംഗീകരിച്ചെങ്കിൽ നല്ലൊരു വിഭാഗത്തിൽ നിന്ന് നല്ലൊരു പറ്റം ആളുകൾ സമസ്തയുടെ ഉപദേശം കേൾക്കാൻ വേണ്ടി കണ്ണും കാതും ഓർപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ നോമ്പും പെരുന്നാളും എല്ലാം ആഘോഷിക്കുന്നതും അത് സമസ്തയുടെ തീരുമാനമനുസരിച്ചുകൊണ്ടാണ്. അല്ലാതെ നമ്മുടെ നോമ്പ് ഉറപ്പിച്ചല്ലോ, പിന്നുറപ്പിച്ചിട്ടില്ലല്ലോ, ഒറ്റുറപ്പിക്കലാണ് ഉറപ്പിച്ചിട്ടുള്ളത്, പിന്നുറപ്പിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ആ പുള്ളിയുടെ കിട്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും വലിയ ഒരു നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെറ്റുകളിലൂടെ, അതുപോലെ നമ്മുടെ ലേഖനങ്ങളിലൂടെ സമസ്തയെ കുറിച്ച് പഠിക്കുന്നവരുണ്ട്. ആ പഠിച്ചതിന്റെ ഫലം നമുക്ക് കാണുന്നുണ്ട്. അത്രമാത്രം ഞാൻ ദീർഘിപ്പിച്ച് പറയുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവസാനം വരെ, മരിക്കുന്ന സമയം വരെ പിന്നരക്കാലം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ അടിവരയിടുകയാണ്, പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ, സമസ്തയുടെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളിൽ ഉണ്ടായിക്കൂടാ. കാരണം ഏകീഭാഗത്തിൽ സമസ്തയിൽ തന്നെ അതിന്റെ ഉള്ളിലിറങ്ങി പ്രവർത്തിക്കുന്നവർക്കറിയാൻ അതിന്റെ എല്ലാ കളികളും. അതുകൊണ്ട് അത്രമാത്രം ഞാൻ പറയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്, അതിലൊന്നും നമ്മൾ നിർജ്ജിതരാവാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും ആരുടെ മുമ്പിലും പണയം വെക്കാതെ അത് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാവണം. നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മുടെ എല്ലാം നമ്മുടെ സമയങ്ങളും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടിയുടെ വിഷയത്തിലായാലും റസൂലുള്ളാഹിനെ കബളിപ്പിക്കുന്ന, റസൂലുള്ളാഹിന്റെ മുന്നിൽ കള്ളം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടനയിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് ഇത് ഇപ്പോഴും സത്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, മനസ്സിലായിട്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, നടക്കാൻ നേരത്ത് നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് നിങ്ങൾ ആലോചിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയെ കുറിച്ച് എല്ലാ കള്ള പ്രചരണങ്ങളും നടത്തിയിട്ട് റസൂലുള്ളാഹിന്റെ വഫാത്തിനെ പോലും അവസാനം മോചിതത്വം കുറഞ്ഞു പോകും എന്ന പരസ്യമായി പ്രസംഗിക്കുന്ന ഒരു പണ്ഡിത സംഘടനയിൽ നിങ്ങൾ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണ് വിഡ്ഢിത്തം. നിങ്ങൾ കടക്കാൻ നേരത്തുവെങ്കിലും എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രമിക്കുന്ന SSF-കാരനുണ്ടെങ്കിൽ SSF-കാരാ, നിങ്ങൾക്ക് നിങ്ങളോട് സംസാരമില്ല. മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചക്യമായ അഞ്ചാട്ടമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. റസൂലുള്ളാഹിന്റെ പേരിൽ കഥ പറഞ്ഞിട്ട്, റസൂലുള്ളാഹിന്റെ മുടിയെ കുറിച്ച് അവഹേളിച്ചിട്ട്, അത് എല്ലാ പൊതു സമുദായത്തിന്റെ മുമ്പിലും പഠിച്ചിട്ട് മുസ്ലിമീങ്ങൾ പോലും അത് ചർച്ചയ്ക്ക് വിധേയരാക്കിയിട്ട് വാചകരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അവിടുന്ന് നമ്മളെ മനസ്സിലാക്കണം. ഇനിയും നമ്മളെ മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ അബദ്ധമെന്നാൽ മരിച്ചു പോകേണ്ട ശരീരമാണ്. الذي ولدتك أمك باكيا والناس حولك يضحكون سرورا. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചു വീണപ്പോൾ, ഉദരത്തിൽ നിന്ന് പ്രസവിച്ചു വീണപ്പോൾ രണ്ട് കയ്യും പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നവനെ, الناس حولك يضحكون سرورا واجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു വീണപ്പോൾ രണ്ട് കയ്യും പിടിച്ച് ചുരുട്ടി പിടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വീണപ്പോൾ അതാ നിന്റെ ചുറ്റുഭാഗത്തിൽ നിന്ന് നിന്റെ ഉമ്മയും നിന്റെ സഹോദരന്മാരും നിന്റെ സഹോദരിമാരും നിന്റെ കൂട്ടുകാരും മുഴുവനും ചിരിക്കാൻ തുടങ്ങി.
പ്രസവിച്ച് വീണപ്പോ സന്തോഷം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. പക്ഷേ നീ മരിക്കാൻ കിടക്കുമ്പോൾ അവരൊക്കെ കരയാൻ തുടങ്ങുമ്പോൾ നീ ചിരിച്ചുകൊണ്ട് മരിക്കണം മനുഷ്യ. എല്ലാവരും അവിടെ നിന്റെ മക്കളിൽ നിന്ന് ചിരിക്കുമ്പോൾ നീ യഥാ കരയാ. നീ കരയെല്ലാവരും നിന്റെ ചുറ്റുഭാഗത്തുനിന്ന് കരയുമ്പോൾ നീ അവിടെ ചിരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഒരു സമയം നിനക്കുണ്ടാക്കി തീർക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹിനെ മുറുകെ പിടിക്കണം. അവിടുത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. അവിടുത്തെ കളിയാക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടുപോകല്ല. ഓ എന്റെ പ്രിയപ്പെട്ട സ്ത്രീജന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളെ, സഹോദരിമാരെ, റസൂലുള്ളാഹിന്റെ ഈ കഥ പറയുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാര് വന്നാലോ, ജമാഅത്തുകാര് വന്നാലോ, ഖാദിയാര് വന്നാലോ, എല്ലാ ഈ ഭാഗത്തിന്റെ ഏത് തട്ടിപ്പ് വീരം വന്നാലോ, എല്ലാ രഹസ്യങ്ങളും ഇവിടെ പൊളിഞ്ഞിട്ടും അത് എല്ലാ രഹസ്യമായി കൊണ്ട് നടക്കുന്ന ഈ ഭാഗത്തിന്റെ നല്ലൊരു പണ്ഡിതന്മാർക്ക് അറിഞ്ഞിട്ടും അവര് മിണ്ടാതിരിക്കുന്നവരുണ്ടെങ്കിൽ, എല്ലാം എന്റെ ശബ്ദം ശ്രമിക്കുന്ന സസ്യപകാരമുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അവഹേളിക്കുകയല്ല. നിങ്ങളിവിടെ നാളെ വന്ന് മറുപടി പ്രസംഗിക്കണമെന്ന് പറയല്ല, നാട്ടിൽ വന്ന് കലഹമുണ്ടാക്കണമെന്ന് പറയല്ല. ഒരു സത്യമുണ്ട്. ഓ സത്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും ജനങ്ങളോട് മാത്രമല്ല, അല്ലാഹുവോട് മാത്രമല്ല, നിങ്ങൾ മഹ്ശറിൽ വരുമ്പോ, പ്രവാചകൻ വരുമ്പോ അവിടെ ഞങ്ങളുണ്ടാകും കേട്ടോ. സത്യം മനസ്സിലായവരും മനസ്സിലാകാത്തവരും എല്ലാം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ വെച്ച് ഇമാമികൾ പിടികൂടും കേട്ടോ. റസൂലുള്ളാഹിന്റെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടക്കണ്ട. അത് ആഖിറം നഷ്ടപ്പെടുമെന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ സ്നേഹിക്കുന്ന ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിക്കുന്ന എല്ലാവരെക്കാളും സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല എന്ന് പറയുമ്പോൾ, ആ മെസ്സേജ് ലോകത്ത് വരുമ്പോൾ റസൂലുള്ളാഹിന്റെ പേരിൽ കൊഞ്ഞനെ കൊണ്ടുള്ള കൈവാരി തീർക്കുന്ന എല്ലാ ഈ കക്ഷികളെയും മനസ്സിലാക്കിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ നിലക്കും അതിന്റെ പണ്ഡിത നേതൃത്വം കൊടുക്കാനുള്ള പണ്ഡിതന്മാരുണ്ടാകുമ്പോ, ഇമാമിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇമാമിങ്ങളെ കുറിച്ച് അറിയുമ്പോൾ, ഇമാമിങ്ങളെ പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ, ഒരു കിതാബ് രേഖപ്പെടുത്തുമ്പോ, കിതാബ് മനസ്സിലാക്കി തരുമ്പോ, ഇതെല്ലാം വിശദീകരിക്കേണ്ട പണ്ഡിതന്മാർ ഒരു നേതൃത്വം ഞങ്ങൾക്കുണ്ടാകുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പണ്ഡിതന്മാരുടെ കീഴിലായി, ആ പണ്ഡിത സഭയുടെ കീഴിലായി, ആ പണ്ഡിതന്മാർക്ക് താങ്ങുതണലുമായി എല്ലാ നിലക്കും നമ്മൾ സഹകരിച്ചുകൊണ്ട് മുന്നേറണം. നമ്മുടെ ഉസ്താദുമാരുടെ വാക്കുണ്ട്, നിങ്ങളുടെ എതിരാളികളെ പോലോ നിങ്ങൾ നാവുകൊണ്ട് വിഷമിച്ചു പോകരുത്, അവർക്ക് വിഷമിക്കുന്നൊന്നും പറയരുത് എന്ന് എന്റെ ബഹുമാനപ്പെട്ട ജിബ്രീൽ മുത്തുക്കോയ ഞങ്ങളെ എനിക്ക് തന്നൊരു ഉപദേശമാണ്. അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, ആഫിയത്തുള്ളവർക്ക് കൊടുക്കുമാറാവട്ടെ, പണ്ഡിതന്മാർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. അവര് പറയുന്നത് നിങ്ങളുടെ എതിര് കക്ഷികൾ ആരാണെങ്കിലും സുന്നത്ത് ജമാഅത്ത് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിറവേറ്റുകയല്ലാതെ നിങ്ങളവരെ അവഹേളിക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് ഉണ്ടാകരുത്. എന്നാൽ അതേ ഞങ്ങൾ ഉസ്താദുമാര് നിങ്ങൾക്ക് ശരിക്കൊരു വാക്ക് തന്നാൽ ഞങ്ങളിവിടെ പറയുന്നു, നിങ്ങൾ ഓരോ വിഷയങ്ങളും നിങ്ങൾ ഉസ്താദുമാര് ചെയ്ത ചെയ്തികളും ഞങ്ങളോട് പറഞ്ഞ വാക്കുകളും എല്ലാം തുറന്നടിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കൂടെ മൂക്കുകുത്തി ഓടേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നിങ്ങളെ പണ്ഡിത നേതൃത്വം മാറിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കുറ്റിയാടിയാണ് മുമ്പ് ദർശനം നടത്തുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കാണ്ട് നമ്മളെ വിശദീകരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇവിടെ സുന്നത്ത് ജമാഅത്തിനെതിരായി വന്നാലും നിങ്ങൾ 1000 കുതിരശക്തികളോടുകൂടെ പറയുന്നു, സമ്പാദത്തിനും തയ്യാറാണ്, ഖണ്ഡനത്തിനും തയ്യാറാണ്, മുഖാമുഖത്തിനും തയ്യാറാണ്, എന്തിനും തയ്യാറാണ്. കാരണം എന്തുകൊണ്ടാണ്? ഈ മുടിയുടെ വിഷയത്തിൽ ഇതിന്റെ സരണിനെ കുറിച്ച് എനിക്ക് നല്ല വണ്ണം ഓർമ്മയുള്ളത് കൊണ്ടാ, എനിക്ക് നല്ല വണ്ണം പഠിച്ചത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ശബ്ദം കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും നിലക്ക്
നിങ്ങൾക്ക് ചെറിയൊരു സഹമനമെങ്കിൽ അതിൽ പിന്മാറി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സമസ്യയിൽ പങ്കെടുത്തോ. പഠിച്ചവരെ നിങ്ങൾ കേൾക്കുന്നതും പറയുന്നതും കേൾക്കാതിരിക്കുന്നതും നിങ്ങൾക്ക് ഈ ഉപകാരപ്പെടുന്ന ഇൽമാക്കളെ തമ്പുരാനെ, ഇൽമാക്കി മാറ്റണേ തമ്പുരാനെ. സഹോദരിമാരെ ദൂരനിക്കുകളിൽ നിന്ന് വന്ന് അതുപോലെ ഞങ്ങൾക്ക് എല്ലാം വേണ്ടി ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഈ സൈറും പറക്കത്തും നൽകണേ തമ്പുരാനെ. വീട്ടുകളിൽ ഐശ്വര്യം പറക്കത്തും നൽകണേ തമ്പുരാനെ. ഇവിടെ ക്ലിപ്പിംഗ് സഹിതം പ്രസംഗിക്കാൻ പോകുന്ന നമ്മുടെ സഹോദരൻ ദീർഘകാലം ദീനിന് വേണ്ടി സംസാരിക്കാനും സുന്നത്ത് ജമാഅത്തിന് ആരുടെ മുമ്പിലും ോടുകൂടെ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ യോഗത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനത്തോടുകൂടി ഈ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വൈകിട്ടുണ്ട്, ക്ഷമിക്കണം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.